ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിൽ കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകുന്നു. ദൈവം നമുക്ക് കൃപ നൽകും. ഓരോ നാളും കർത്താവ് കൃപമേൽ കൃപ പകർന്ന് നമ്മെ ജയത്തോടെ നടത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഉപഹാതിരിക്കുന്നത് തന്നെ യഹോവയുടെ ദയയാകുന്നു. ഇനിയും നാം ദൈവസന്നിധിയിൽ കൃപയ്ക്കായി യാചിക്കുമ്പോൾ കർത്താവ് കൃപയാൽ നമ്മെ നിറയ്ക്കുവാനിടയായിത്തീരും. ഇന്നും ദൈവസന്നിധിയിൽ നിന്നൊരു ഭാഗം നാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 73-74 വചനങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 73 and 74. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. ഇവിടെ യോഹന്നാൻ സ്നാപകൻ്റെ പിതാവായ സഖറിയ പ്രവാചകൻ സഖറിയാവ് എന്ന പുരോഹിതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറയുന്ന വാചകമാണ് നാം വായിച്ചു കേൾക്കുന്നത്. പ്രവചനം ഒരിക്കലും മനുഷ്യരുടെ ഇഷ്ടത്താലല്ല, ദൈവാത്മ നിയോഗത്താൽ മനുഷ്യർ സംസാരിക്കുന്നതാണ് പ്രവചനം. അപ്പോൾ ഇവിടെ നാം വായിക്കുന്ന 73-74 വചനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഇന്ന് നാം ഏതൊക്കെ ശത്രുക്കളുടെ കയ്യിലാണോ അകപ്പെട്ടിരിക്കുന്നത്? ചിലപ്പോൾ രോഗമാകുന്ന ശത്രുവായിരിക്കാം, ശാരീരിക അസ്വസ്ഥതകളാകുന്ന ശത്രുവായിരിക്കാം, സാമ്പത്തിക ഞെരുക്കമാകുന്ന ശത്രുവായിരിക്കാം, അല്ലായെങ്കിൽ ആത്മീയത്തിലോട്ട് നമ്മെ വിടാതെ വണ്ണം നമ്മെ തടയുന്ന, അതാണ് ഒന്നാമത്തെ ശത്രു. പാപത്തിൻ്റെ ചിന്തകളും ഇച്ഛകളും മോഹങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമ്മെ വശീകരിക്കുന്ന ശത്രുവായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് സ്വയം നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, നാം ആയുഷ്കാലമൊക്കെയും എന്തിനാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ചു, ശാപത്തിൽ നിന്ന് രക്ഷിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ രോഗങ്ങൾ വന്നു, എത്രയോ പ്രതിസന്ധികൾ വന്നു, കഷ്ടനഷ്ടങ്ങൾ, ആരോരുമില്ലാതെ താങ്ങുവാനോ സഹായിപ്പാനോ രക്ഷിക്കുവാനോ ആരും തന്നെ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് ദൂതന്മാരെ അയച്ചൊക്കെ നമ്മെ രക്ഷിച്ചില്ലേ, നമ്മെ വിടുവിച്ചില്ലേ? എന്തിനു വേണ്ടിയാണ്? 74-ാം വചനം, നാം കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ ആരാധിക്കുവാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ വഴിയായി പുറത്തു വന്ന ജനം എന്ത് ചെയ്തു? അവർ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ അന്ധകാരത്തിൽ നിന്ന് സ്തോത്രം 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 ശക്തികളിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷിച്ച് ആ പാരമ്പര്യങ്ങളിൽ നിന്ന് ഇത്രത്തോളം നമ്മെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള ഈ സാഹചര്യങ്ങളെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിനെ നാം വൃഥാവാക്കി കളയരുത്. ഇവിടെ വായിക്കുന്ന ആയുഷ്കാലമൊക്കെയും നാം ദൈവത്തെ ആരാധിക്കണം. എത്ര ആരാധിച്ചാലും മതിയാകത്തില്ല. അത്രമാത്രം നന്മ കർത്താവ് നമുക്ക് നൽകിയില്ലേ? കണ്ണുനീരിൽ നിന്ന്, കാലിലെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ നാം ആയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ദയയാകുന്നു, ദൈവത്തിൻ്റെ കൃപയാകുന്നു. നമ്മുടെ നീതി പ്രവൃത്തികളോ നമ്മുടെ കഴിവുകളോ നാം നല്ലവരായതുകൊണ്ടൊന്നുമല്ല. കർത്താവ് നമുക്ക് ഉപകാരം ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ഈ വലിയ ഉപകാരങ്ങളൊക്കെ മറന്നിട്ട് എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് തന്നില്ല, ഇത് തന്നില്ല എന്ന് വിചാരിച്ച് കുറ്റം പറഞ്ഞ് പിറുപിറുത്ത് ദൈവസന്നിധിയിൽ നിന്ന് നന്ദിയില്ലാത്തവരെ അവിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ ദൈവം നമ്മെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാ? ദൈവം നമ്മെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാ? ആയുഷ്കാലമൊക്കെയും ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാ. എങ്ങനെയാ? ഭയം കൂടാതെ ആരാധിക്കുവാൻ. മനുഷ്യ ഭയം ഒരു കെണിയാകുന്നു. അതേ സ്തോത്രം. ശരീരത്തെയും നമ്മുടെ ജീവനെയും ശരീരത്തെയും നരകത്തിൽ തള്ളിയിടുന്ന ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. ആത്മാവിനെ കൊല്ലുവാൻ കഴിയാതെ ജഡത്തെ മാത്രം കൊല്ലുവാൻ കഴിയുന്നവരെ നാം ഭയപ്പെടരുതെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഭയം കൂടാതെ ദൈവത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് എങ്ങനെ ആരാധിക്കണം? ദൈവത്തിൻ്റെ മുൻപിൽ, തിരുമുൻപിൽ
വിശുദ്ധിയിൽ ആരാധിക്കണം. ഹല്ലേലൂയ. വർഷിപ്പ് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ തലമുറകൾക്ക് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഒരു ചർച്ചിൽ പോകുന്നത് തന്നെ വർഷിപ്പിന് വേണ്ടിയാണ്. ശരിയാണ്, നാം ദൈവത്തെ ആരാധിക്കുവാനാണ് പോകുന്നത്. പക്ഷേ എങ്ങനെ ആരാധിച്ചാലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ? വിശുദ്ധിയിൽ ആരാധിക്കണം. തിരുമുൻപിലാണ്, ദൈവത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. ദൈവം വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കുമെന്ന് കൽപ്പന തന്നിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ, വിശുദ്ധിയിൽ പുറമെയുള്ള വിശുദ്ധി മാത്രമല്ല, ഹല്ലേലൂയ, ഹൃദയത്തിൻ്റെ അകത്ത് കറ, കളങ്കം, മാലിന്യങ്ങൾ ഒന്നുമില്ലാതെ വിശുദ്ധിയോടും നിഷ്കളങ്കരമായി നാം ആരാധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. വിശുദ്ധിയോടെ മാത്രമല്ല, നീതിയിലും തന്നെ ദൈവവചനം അനുസരിച്ചുകൊണ്ട്, പുറമേ വചനം പ്രഖ്യാപിച്ച്, വചനം പറയിപ്പിച്ച്, വചനം പറഞ്ഞ് പ്രസംഗിച്ച് ആരാധിക്കുവാനല്ല. ആമേൻ. കേൾക്കുന്ന, പറയുന്ന, വായിക്കുന്ന, ആമേൻ, ശ്രദ്ധിക്കുന്ന വചനങ്ങളിൽ നിലനിന്ന് ആ വചനം പ്രമാണിച്ചുകൊണ്ട്, നീതി പ്രമാണിച്ചുകൊണ്ട്, വചനം പ്രമാണിച്ചുകൊണ്ട് നാം ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുമെന്ന് സെഖര്യാവ് ഇവിടെ പ്രവചിച്ചു പറയുന്നു. ശബ്ദന അറീഖമാന ഹസ്തല. ഇന്നും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ കർത്താവ് ഇടപെടുന്നു. ദൈവം നമുക്ക് കൃപ നൽകും. ദൈവം നമുക്ക് കൃപ നൽകും. എന്തിനു വേണ്ടിയാ? ആയുഷ് കാലമൊക്കെയും തിരുമുൻപിൽ ദൈവത്തെ ആരാധിക്കുവാൻ. എങ്ങനെയാ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. എത്ര പേര് ആ കൃപയ്ക്കായി യാചിക്കുന്നു. അപ്പം ഏനാദാനം എങ്ങനെ വന്ന് ആരാധിക്കുവാനല്ല, ആരാധിച്ചൊരു ചടങ്ങ് തീർക്കുവാനല്ല, എപ്പോഴെങ്കിലും സന്ദർഭം ലഭിക്കുമ്പോൾ മാത്രം, സാഹചര്യമുള്ളപ്പോൾ മാത്രം, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി എല്ലാ നല്ല കാലത്ത് മാത്രമല്ല, ആയുഷ് കാലമൊക്കെയും എന്ത് തന്നെ വന്നാലും എല്ലാ കാലത്തും ഭയം കൂടാതെ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. അതിനു വേണ്ടിയാ ദൈവം നമ്മെ രക്ഷിച്ച്, വിടുവിച്ച്, സഹായിച്ച്, സൗഖ്യമാക്കി ഇന്ന് വരെയും കൊണ്ടുവന്ന് നമ്മെ നിലനിർത്തിയിരിക്കുന്നതെന്ന് ദൈവം നമ്മോട് ആലോചന പറയുന്നു. ഇനിയും ആ കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ സർവശക്തനാണ്. അതിനൊരു തീരുമാനമെടുക്കാം. അപ്പാ, ആയുഷ് കാലമൊക്കെയും ദൈവം മുൻപിൽ ഞാൻ നീതിയിലും വിശുദ്ധിയിലും അങ്ങേ ആരാധിക്കും. ആമേൻ. അങ്ങനെ നാം ദൈവസന്നിധി നമ്മെ താഴ്ത്തി കൊടുക്കുമെങ്കിൽ കർത്താവ് നമുക്ക് ആ കൃപ നൽകും. ഇവിടെ ദൈവവചനം പ്രമാണിച്ച് നീതിയിലും വിശുദ്ധിയിലും ദൈവഭയത്തോടെ, മനുഷ്യ ഭയമില്ലാതെ, മറ്റാരെയും ഭയക്കാതെ ദൈവഭയത്തോടെ ആരാധിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ പ്രസംഗമില്ല. ആമേൻ. അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. രാപ്പകൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് കണ്ണുനീരിൻ്റെ കാലത്തും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഉപദ്രവത്തിലും ഞെരുക്കത്തിലും സമൃദ്ധിയിലും നാം ദൈവത്തെ ആരാധിച്ചാൽ കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, രോഗമില്ലാത്ത, പരിഹാസമില്ലാത്ത, കള്ളന്മാരില്ലാത്ത, കൊള്ളക്കാരില്ലാത്ത ആ സ്വർഗരാജ്യത്തിൽ സന്തോഷത്തോടെ രാപ്പകൽ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകും. ആയതിനാൽ ഈ കൃപ നമുക്ക് പ്രാപിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേനാഥ, ഞങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എത്രത്തോളം ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ കൊണ്ടുവന്നുവല്ലോ. ഇനിയും ഓരോ പ്രിയപ്പെട്ടവരും ഏതൊക്കെ പ്രതിസന്ധിയിലായിരിക്കുന്നോ അതിൽ നിന്നൊക്കെയും കർത്താവ് രക്ഷിക്കുവാൻ ഞങ്ങളുടെ കരം അപ്പം എന്നും കർത്താവ് ബലമുള്ളതായിരിക്കാൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ കർത്താവ് ആയുഷ്കാലമൊക്കെയും അപ്പം അങ്ങയുടെ മുൻപിൽ നീതിയിലും വിശുദ്ധിയിലും തന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്കങ്ങ് കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്ന കർത്താവ്. നന്ദിയുള്ളവരായി കർത്താവ് ജീവിപ്പാൻ സഹായിക്കണമേ. അതിന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗരാജ്യത്തിലും കർത്താവേ അമ്മൻ അവകാശങ്ങളെ പ്രാപിക്കുവാൻ ഞങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.